CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവ് കമ്പിപ്പാലത്ത് KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രികനായ ഇയാൽ സ്വദേശിക്കും സമീപത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന അഗതിയൂർ സ്വദേശി മണിക്കും പരിക്കേറ്റു. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ രാത്രി 12:15 സംഭവം. ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്നായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട കഠിനശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖറാന ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി. പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികൾ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തി. ചാവക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്നു. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബ്ലാങ്ങാട് മാട്ടുമൽ സബ്സ്റ്റേഷന് കിഴക്ക് താമസിക്കുന്ന രായമരക്കാർ വീട്ടിൽ കുന്നുമ്മൽ ഉസ്മാൻ ബുഷറ ദമ്പതികളുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. കുന്നംകുളത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തുവിനെതിരെയാണ് കുന്നംകുളം പോലീസ് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോർക്കുളം കൊങ്ങണൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊങ്ങണൂർ താഴിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്ലേഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. പഴഞ്ഞിയിൽ നിന്ന് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസ്. 2 യുവാക്കൾ അറസ്റ്റിൽ. നാട്ടിക സ്വദേശികളായ ചീരാകുളങ്ങര വീട്ടിൽ ആനന്ദകൃഷ്ണൻ, എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ആചരിച്ച ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് KSEB കുന്നംകുളം ഡിവിഷന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ബഹുജന വൈദ്യുതി സുരക്ഷാ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖറോനോ പെരുന്നാൾ ആഘോഷിച്ചു. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ MLAയുമായിരുന്ന PA മാധവന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മണലൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി തയ്യാറാക്കുന്ന സമഗ്ര കുടിവെള്ള മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തുടക്കം കുറിച്ചു. ചാവക്കാട് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടിയിലെ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പടി സ്റ്റോറീസ് കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭാധികൃതർക്ക് നിവേദനം നൽകി. കൃഷിയെയും കാർഷിക അറിവുകളും അറിയാൻ വിദ്യാർത്ഥികൾ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഞാറ്റുവേല ചന്ത സന്ദർശിച്ചു. ഡീക്കൻ ബ്രദർ സോജിൻ പീറ്ററിന്റെ തിരുപ്പട്ട സ്വീകരണത്തോടനുബന്ധിച്ച് കൂനമുച്ചി ഇടവകയിൽ ബൈബിൾ പകർത്തിയെഴുത്ത് പദ്ധതിക്ക് തുടക്കമായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കുറുമാലിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതിക്ക് കാട്ടാക്കമ്പാലിൽ തുടക്കം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.